നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു രാത്രി നിങ്ങൾ കിടന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഇത്ര ശ്രമിച്ചിട്ടും ഒന്നും സംഭവിച്ചില്ല. എന്തുകൊണ്ടാണിത് എനിക്ക് മാത്രം സംഭവിക്കുന്നത്? 2019 ഞാനൊരു കഥ കേട്ടു. ബംഗളൂരുവിലെ 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, പേര് അർജുൻ. IITയിൽ പഠിച്ചു, നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്തു. തുടർന്ന് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. 2 വർഷം കഷ്ടപ്പെട്ടു. പക്ഷേ സ്റ്റാർട്ടപ്പ് പൊളിഞ്ഞു. ജോലി പോയി, സേവിങ്സ് തീർന്നു. വീട്ടുകാർ ചോദ്യം ചെയ്തു, കൂട്ടുകാർ അകന്നു. ഒരു ദിവസം രാത്രി ഒരു ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് അദ്ദേഹം ഈ ലോകം വിടാൻ തീരുമാനിച്ചു. അവിടെ ഒരു വൃദ്ധനുണ്ടായിരുന്നു. ഒന്നും ചോദിക്കാതെ, ഒന്നും ഉപദേശിക്കാതെ ആ വൃദ്ധൻ ശാന്തമായി പറഞ്ഞു, മോനെ, ഭഗവത്ഗീതയിൽ ഒരു വരിയുണ്ട്. ഇന്നൊന്ന് കേൾക്ക്, നാളെ ഒരു തീരുമാനം എടുത്താൽ മതി. ആ ഒരു വരി അർജുനെ മാറ്റി. ഇന്ന് അദ്ദേഹം ഒരു വിജയകരമായ സംരംഭകനാണ്. ആ ഒരു രാത്രി ഇല്ലായിരുന്നെങ്കിൽ, ആ ഒരു വരി ഇല്ലായിരുന്നെങ്കിൽ, ആ വരി ഏതാണ്? ആ ജ്ഞാനം എന്താണ്? ഇന്ന് നമ്മൾ അതൊരുമിച്ച് കണ്ടെത്താം. വെൽക്കം ടു അവർ ചാനൽ. ഞാനാണ് നിങ്ങളുടെ സ്വന്തം ആത്മ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന ഒരു വികാരത്തെക്കുറിച്ചാണ്. പരാജയം. ഇത് തോൽവിയല്ല, ഇതൊരു പാഠശാലയാണ്. ഭഗവത്ഗീത 5000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത് പഠിപ്പിച്ചു. ഇന്ന് നമ്മൾ ആ ജ്ഞാനം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. ചേട്ടാ, ഒരു കാര്യം ഓണസ്റ്റ്ലി പറയട്ടെ. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് പരാജയം എന്നത് ഒരു നോർമൽ എക്സ്പീരിയൻസ് അല്ല. അതൊരു ഷെയിമാണ്, ഒരു ക്രൈമാണ്. സൊസൈറ്റി അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്ക്. രാവിലെ ഇൻസ്റ്റഗ്രാം തുറന്നാൽ എല്ലാവരും സക്സസ്ഫുള്ളാണ്. ആരും ഫെയിൽ ആകുന്നില്ല, ആരും കരയുന്നില്ല, ആരും കൺഫ്യൂസ്ഡ് അല്ല. UPSC ക്രാക്ക് ചെയ്ത ഫോട്ടോസ്, പ്രൊമോഷൻ ലഭിച്ച സ്റ്റോറീസ്, യൂറോപ്പ് ട്രിപ്പ് പിക്ചേഴ്സ്, ന്യൂ ചാപ്റ്റർ ബിഗിൻസ് ക്യാപ്ഷൻസ്. ആ പോസ്റ്റ് കണ്ട് നിങ്ങൾ ഫോണ് താഴെ വയ്ക്കുന്ന ആ നിമിഷം, ആ ഒരു ഫീലിംഗ്, ആ ഒരു എംപ്റ്റിനെസ്, ആ ഒരു ചോദ്യം, ഞാൻ എവിടെ? ഇത് നിങ്ങൾ മാത്രം ഫീൽ ചെയ്യുന്നതല്ല. ഇന്ത്യയിൽ ഓരോ വർഷവും ലാക്സ് ഓഫ് പീപ്പിൾ ഈ എക്സാക്ട് സെയിം ചോദ്യം ചോദിക്കുന്നു. ആളുകൾ ഫെയിൽ ആകുന്ന സിറ്റുവേഷൻസ് നോക്കൂ. നീറ്റ്, JEE, UPSC എക്സാം ഫെയിൽ ആകുന്നു. ഇയേഴ്സ് ഓഫ് പ്രിപ്പറേഷൻ സെക്കൻഡ്സിൽ തകർന്നു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് ഡൗൺ ആകുന്നു, ലോസ് വരുന്നു. റിലേഷൻഷിപ്പിൽ ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് ഒരു ദിവസം ഒടുവിൽ ബ്രോക്കൻ ആകുന്നു. ജോബ് ഇൻ്റർവ്യൂ 100 തവണ അറ്റൻഡ് ചെയ്ത് റിജക്ഷൻ ലെറ്റർ മാത്രം കിട്ടുന്നു. ഹെൽത്ത് ക്രൈസിസ്, ഫാമിലി പ്രോബ്ലംസ്, ഫൈനാൻഷ്യൽ ലോസ്, ഒന്ന് കഴിഞ്ഞ് ഒന്ന് വരുന്നു. ഇത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ ചെയ്യുന്നത് എന്ത്? ചിലർ കമ്പാരിസൺസിലാണ്ട് പോകുന്നു. അവൻ സക്സീഡായി, ഞാൻ ഫെയിലായി, ഞാൻ വർത്ത്ലെസ് ആണ്. ചിലർ ഉള്ളിലൊതുക്കുന്നു, ആർക്കും പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർ ഓവർ തിങ്കിങ്ങിൽ കുടുങ്ങുന്നു, ഞാൻ ഇനി ഒരിക്കലും ശ്രമിക്കേണ്ട. ചിലർ ഡിപ്രഷനിലേക്ക് സ്ലൈഡാകുന്നു. ചിലർ ആങ്കറിൽ തകർക്കുന്നു. ചിലർ ജീവിതം എൻഡ് ചെയ്യാൻ ചിന്തിക്കുന്നു. ഇതിൻ്റെ റൂട്ട് കോസ് ഒന്നേ ഉള്ളൂ. നമ്മൾ റിസൾട്ടിനെ ഐഡൻറ്റിറ്റിയാക്കി. ഞാൻ ഫെയിലായ ആൾ. ഇതൊരു ഫാക്റ്റല്ല, ഒരു തോട്ടാണ്, ഒരു സ്റ്റോറിയാണ് നമ്മൾ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റോറി മാറ്റാൻ 5000 വർഷം മുൻപ് ഒരു ഭഗവാൻ ഒരു പ്രിൻസിനോട് ഒരു ബാറ്റിൽ ഫീൽഡിൽ വെച്ച് ഇത് എക്സാക്റ്റായി അഡ്രസ് ചെയ്തു. ആ കോൺവെർസേഷൻ ഇന്ന് ഭഗവത്ഗീതയാണ്. ആ പ്രിൻസ് അർജുനൻ ആണ്, ആ ബ്രിഡ്ജിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ. ആ ആൾ നിങ്ങളാണ്, ആ ആൾ ഞാനാണ്. കുരുക്ഷേത്ര ബാറ്റിൽ ഫീൽഡ്. 18 അക്ഷൗഹിണി സൈനികർ. ഇരുവശത്തും ആരെങ്കിലും ജയിക്കും, ആരെങ്കിലും മരിക്കും. ആ ബാറ്റിലിന് തൊട്ടു മുൻപ് ഒരു ഗ്രേറ്റ് വാരിയർ അർജുനൻ ചാരിയറ്റിലിരുന്ന് ഒരു ബ്രേക്ക് ഡൗൺ എക്സ്പീരിയൻസ് ചെയ്തു. ഗോവിന്ദ, ഞാൻ ഫൈറ്റ് ചെയ്യില്ല. ഇത് യൂസ്ലെസ് ആണ്. ഇതിൽ ഞാൻ ജയിക്കണമെന്നില്ല. അർജുന, ആ ഗ്രേറ്റ് ആർച്ചർ, ട്രെംബ്ലിംഗ്, ബോ വീണുപോകുന്നു. ഐസ്
tearful. ആ മോമെന്റിൽ കൃഷ്ണ ചെയ്തത് sermon ചെയ്തില്ല, ജഡ്ജ് ചെയ്തില്ല, മോക്ക് ചെയ്തില്ല. sat down and talked. ആ കോൺവെർസേഷനാണ് ഭഗവത്ഗീത. ആദ്യ വിസ്ഡം ചാപ്റ്റർ 2 വേഴ്സ് 47. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂർ മാ തേ സംഗോസ്ത്വ കർമ്മണി. സിമ്പിൾ മലയാളമിൽ, നിന്റെ റൈറ്റ് നിന്റെ ആക്ഷനിലാണ്, റിസൾട്ടിലല്ല. റിസൾട്ടിൻ്റെ ചിന്ത ആക്ഷനിൻ്റെ മോട്ടിവേഷൻ ആക്കരുത്. ആക്ഷനിൽ നിന്ന് കംപ്ലീറ്റ്ലി വിത്ഡ്രോ ചെയ്യുകയും ചെയ്യരുത്. ഇത് ഫിലോസഫി അല്ല, ഇത് ലൈഫ്സ് ഗ്രേറ്റസ്റ്റ് സീക്രട്ടാണ്. ഒരു സ്റ്റോറി കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ഫാർമർ ഉണ്ടായിരുന്നു. ഓരോ വർഷവും സീഡ് പ്ലാന്റ് ചെയ്യും. ചിലപ്പോൾ റെയിൻ വരില്ല, ചിലപ്പോൾ പെസ്റ്റ് അറ്റാക്ക് ഉണ്ടാകും, ചിലപ്പോൾ ഹാർവെസ്റ്റ് നല്ലതാകും. പക്ഷെ ആ ഫാർമർ ഒരിക്കലും പ്ലാന്റിംഗ് നിർത്തിയില്ല. ചോദിച്ചാൽ അദ്ദേഹം ഒരു കാര്യം മാത്രം പറയും: ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും, ബാക്കി ഭൂമിയുടേതാണ്, ആകാശത്തിൻ്റെതാണ്. ഇതാണ് കർമ്മയോഗ. ഇതാണ് ഭഗവത്ഗീതയുടെ കോർ. രണ്ടാം വിസ്ഡം ചാപ്റ്റർ 2 വേഴ്സ് 14. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഹ ആഗമാപായിനോ ഇനിത്യാസ്തം തിതിക് തിദിക്ഷസ്വ ഭാരത. സിമ്പിൾ മലയാളം: പ്ലഷർ, പെയിൻ, സക്സസ്, ഫെയിലിയർ ഇവ സീസൺസ് പോലെയാണ്. വിന്റർ പെർമനൻ്റ് അല്ല, സമ്മർ പെർമനൻ്റ് അല്ല. ഇതും പാസ്സാകും, ഇതും പാസ്സാകും. ഇത് കേൾക്കുമ്പോൾ ഓ ഈസി ടു സേ എന്ന് തോന്നും. പക്ഷെ ഒരു മിനിറ്റ് ഇതിൽ ചിന്തിക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ 5 വർഷം 10 വർഷം മുൻപ് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഇത് എൻഡാണ് എന്ന് ഫീലായി. ഇന്ന് ആ പ്രോബ്ലം ഉണ്ടോ? ഇല്ല, ഇറ്റ് പാസ്റ്റ്. ഇന്നത്തെ ഫെയിലിയറും പാസ്സാകും, ഗ്യാരണ്ടീഡ്. മൂന്നാം വിസ്ഡം ബുദ്ധന്റെ ടീച്ചിങ്. കൃഷ്ണക്ക് 1000 വർഷം ശേഷം ഒരു പ്രിൻസ് സിദ്ധാർത്ഥ താലസ് വിട്ടിറങ്ങി. സഫറിംഗ് കണ്ടു, ഡിസ്റ്റർബ്ഡായി. ഒരു ബോധി ട്രീയുടെ ചുവട്ടിലിരുന്ന് മെഡിറ്റേറ്റ് ചെയ്തു. ആ എൻലൈറ്റൻമെൻറ്റിൽ ഒരു ട്രൂത്ത് കിട്ടി. സഫറിംഗ് കംസ് ഫ്രം അറ്റാച്ച്മെൻറ്റ് ടു ഔട്ട്കംസ്. ഫ്രീഡം കംസ് ഫ്രം റിലീസിംഗ് ദാറ്റ് അറ്റാച്ച്മെൻറ്റ്. ഫെയിലിയർ പെയിൻഫുൾ ആകുന്നത് ഒരു റീസണിൽ. ഇത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത വേയിലാകണമായിരുന്നു. ഈ അറ്റാച്ച്മെൻ്റ് ആണ് പെയിൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ അറ്റാച്ച്മെൻറ്റ് റിലീസ് ചെയ്യുമ്പോൾ ഫെയിലിയർ ഒരു ഡേറ്റാ പോയിന്റ് ആകും, ഒരു ടീച്ചറാകും. നാലാം വിസ്ഡം ചാണക്യ. ചാണക്യക്ക് ഫെയിലിയറിനെ കുറിച്ച് ഒരു ഫേമസ് ലൈനുണ്ട്: ബിഫോർ യു ബിഗിൻ പ്രിപ്പയർ ടു ഫെയിൽ, ആൻഡ് വെൻ യു ഫെയിൽ പ്രിപ്പയർ ടു ബിഗിൻ അഗൈൻ. ഇദ്ദേഹം നന്ദ എംപയറിൽ ഡിഫീറ്റ് ആയ ഒരു മാനാണ്. പബ്ലിക്ലി ഹ്യൂമിലിയേറ്റഡ് ആയ ഒരു മാനാണ്. ആ ഹ്യൂമിലിയേഷനിൽ നിന്ന് ഇയേഴ്സ് ഓഫ് ഡെഡിക്കേഷൻ കൊണ്ട് ചന്ദ്രഗുപ്ത മൗര്യക്ക് ഒരു എംപയർ ഉണ്ടാക്കി. ചാണക്യക്ക് ഫെയിലിയർ ഒരു വൂണ്ടായിരുന്നില്ല, ഒരു ഫ്യൂവലായിരുന്നു. ഭഗവത്ഗീത ചാപ്റ്റർ 18 വേഴ്സ് 13 കൃഷ്ണ ഒരു ഇമ്പോർട്ടൻറ്റ് ട്രൂത്ത് പറയുന്നു. സക്സസിൻ്റെ 5 എലമെൻറ്റ്സ് ഉണ്ട്: ബോഡി, ഈഗോ, സെൻസസ്, എഫേർട്ട് ആൻഡ് ഡിവൈൻ വിൽ. നോട്ടീസ് ചെയ്യേ, എഫേർട്ട് ഒന്ന് മാത്രമാണ് നിന്റെ കൺട്രോളിലുള്ളത്, ബാക്കി 4 കോസ്മിക് ഫോഴ്സസ് ആണ്. സോ ഫെയിലിയർ സമം യു ഫെയിൽഡ്? നോ. ഫെയിലിയർ സമം 1 എലിമെൻറ്റ് ഡിഡൻറ്റ് അലൈൻ. ഇത് ക്രിമിനൽ നെഗ്ലിജൻസ് അല്ല, ഇത് ഹ്യൂമൻ എക്സ്പീരിയൻസ് ആണ്. ശരി, ഇതൊക്കെ തിയറിയാണ്. ഇനി റിയൽ ലൈഫിൽ ഇതെങ്ങനെ യൂസ് ചെയ്യാം? കരിയർ ഫെയിലിയറിൽ ഗീത അപ്ലൈ ചെയ്യുക. ജോബ് റിജക്ഷൻ കിട്ടി, ബിസിനസ് ഫെയിലായി, പ്രൊമോഷൻ മിസ്സായി. ആ മൊമെൻറ്റിൽ ഭഗവത്ഗീതയുടെ കർമ്മയോഗ അപ്രോച്ച് ഇങ്ങനെയാണ്. ഫസ്റ്റ്, ആ ഫെയിലിയറിനെ ഒരു ഓണസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യുക. വാട്ട് വെൻറ്റ് റോങ്? വാട്ട് വാസ് ഇൻ മൈ കൺട്രോൾ? വാട്ട് വാസൻറ്റ്? ഇത് ഷെയിമായി പ്രോസസ്സ് ചെയ്യരുത്, ഡേറ്റ ആയി പ്രോസസ്സ് ചെയ്യുക. സെക്കൻഡ്, ഒരു ന്യൂ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക. ഇത്തവണ ഔട്ട്കമിൽ ഫോക്കസ് ചെയ്യാതെ പ്രോസസ്സിൽ ഫോക്കസ് ചെയ്യുക. സ്കിൽ ബിൽഡ് ചെയ്യുക, ഡേ ബൈ ഡേ. ഓരോ ദിവസവും ഒരു സീഡ് പ്ലാന്റ് ചെയ്യുക. തേർഡ്, ടൈം ലൈൻ റിലീസ് ചെയ്യുക.
2 ഇയേഴ്സിൽ ഇത് അച്ചീവ് ചെയ്യണം. ഈ സെൽഫ് പ്രഷറാണ് ഫെയിലിയറിനെ കറ്റാസ്ട്രഫി ആക്കുന്നത്. ട്രസ്റ്റ് ദ പ്രോസസ്. ടൈം ഈസ് നോട്ട് യുവർ എനിമി. റിലേഷൻഷിപ്സിൽ ഫെയിൽ ആകുമ്പോൾ ഹാർട്ട് ബ്രേക്ക് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഫെയിലിയർ ആണ്. ഭഗവത്ഗീത ചാപ്റ്റർ 2 ഒരു ഇമ്പോർട്ടൻറ്റ് ലൈനുണ്ട്. ദ സോൾ ഇസ് നെയ്തർ ബോൺ നോർ ഡസ് ഇറ്റ് ഡൈ. ഇതിൻ്റെ മോഡേൺ ഇൻ്റർപ്രിറ്റേഷൻ, യു ആർ നോട്ട് യുവർ റിലേഷൻഷിപ്പ്, യു ആർ നോട്ട് യുവർ ഹാർട്ട് ബ്രേക്ക്. ആ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത ടൈം വേസ്റ്റ് ആയില്ല, ഒരു ലെസൺ ആകി, ഒരു ഗ്രോത്ത് ആകി, ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ആകി. ഇന്ന് ആ ലോസിലിരിക്കുകയാണ് നിങ്ങളെങ്കിൽ അലൗ യുവർ സെൽഫ് ടു ഗ്രീവ്. ഗീത് ഗ്രീഫ് ഡിനൈ ചെയ്യുന്നില്ല. അർജുനൻ്റെ ടിയേഴ്സ് കൃഷ്ണ വൈപ്പ് ചെയ്തില്ല. കൃഷ്ണ അലൗഡ് ദ ടിയേഴ്സ്. ദെൻ ഹി ഗേവ് വിസ്ഡം. മെൻ്റൽ ഹെൽത്തിൽ അപ്ലൈ. ഇന്ന് ആങ്സൈറ്റി, ഡിപ്രഷൻ ഇത് വെരി റിയൽ ആണ്. ഗീത ഇതിനെ ഇഗ്നോർ ചെയ്യുന്നില്ല. ചാപ്റ്റർ 6 കൃഷ്ണ അർജുനനോട് മെഡിറ്റേഷൻ പഠിക്കാൻ പറയുന്നു. ധ്യാനയോഗ. ഇത് ഇന്നത്തെ മൈൻഡ്ഫുൾനെസ് ആണ്. പ്രാക്ടീസ് ഇങ്ങനെയാണ്. ഓരോ ദിവസവും 10 മിനിറ്റ് ഇരിക്കുക. ബ്രെത്തിൽ ഫോക്കസ് ചെയ്യുക. തോട്ട്സ് ഒബ്സർവ് ചെയ്യുക. ഫൈറ്റ് ചെയ്യേണ്ട. ആ പ്രാക്ടീസ് കൺസിസ്റ്റൻ്റ്ലി ചെയ്യുമ്പോൾ ഫെയിലിയേഴ്സിൽ നമ്പാകില്ല, ഗ്രൗണ്ടഡ് ആകും. ഡിഫറൻസ് ഉണ്ട്. നമ്പാകുന്നത് എസ്കേപ്പിസമാണ്, ഗ്രൗണ്ടഡ് ആകുന്നത് സ്ട്രെങ്ത് ആണ്. സോഷ്യൽ മീഡിയ കമ്പാരിസൺ ട്രാപ്പിൽ ഗീത വിസ്ഡം. ഇന്ന് ഏറ്റവും ഡേഞ്ചറസ് തിങ് സോഷ്യൽ മീഡിയ കമ്പാരിസൺ ആണ്. ഒരു സ്റ്റഡിയുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ 30 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്ത ശേഷം 70% പീപ്പിൾ ഫീൽ വേഴ്സ് അബൌട്ട് ദെയർ ഓൺ ലൈഫ്. ഭഗവത്ഗീത ചാപ്റ്റർ 3 ഒരു ലൈനുണ്ട്. ശ്രേയൻ സ്വധർമ്മോ വിഗുണഃ പരധർമ്മത് സ്വ അനുസ്ഥിതാത്. സിമ്പിളാക്കിയാൽ, നിന്റെ ഓൺ പാത്ത് ഇംപെർഫെക്റ്റ് ആണെങ്കിലും അനദേഴ്സ് പെർഫെക്റ്റ് പാത്തിനേക്കാൾ സുപ്പീരിയർ ആണ്. പ്രാക്ടിക്കൽ ആക്ഷൻ. സോഷ്യൽ മീഡിയയിൽ കമ്പയർ മോഡ് ഓഫ് ചെയ്യുക, ഇൻസ്പയർ മോഡ് ഓൺ ചെയ്യുക. ആ പേഴ്സൻ്റെ സക്സസ് നോക്കി വൈ നോട്ട് മീ ചോദിക്കേണ്ടതില്ല, ഹൗ ഡിഡ് ദേ ചോദിക്കുക. ഒരു ടീച്ചറായി കാണുക, ഒരു ജഡ്ജായി കാണേണ്ടതില്ല. ഒരു സിമ്പിൾ 3 സ്റ്റെപ്പ് ഡെയിലി പ്രാക്ടീസ്. ഗീത ഇൻസ്പയർഡ് ഫെയിലിയർ റീസെറ്റ്. സ്റ്റെപ്പ് 1 ഈവനിംഗ് റിഫ്ലെക്ഷൻ. ഓരോ രാത്രിയും 5 മിനിറ്റ് ഇരുന്ന് ഇന്ന് ഞാൻ ചെയ്ത ബെസ്റ്റ് ആക്ഷൻ ഏതാണ് ഇതൊന്ന് നോട്ട് ചെയ്യുക. റിസൾട്ടിൽ ഫോക്കസ് ചെയ്യേണ്ട, ആക്ഷനിൽ. ഇത് കർമ്മയോഗ ഇൻ ഡെയിലി ലൈഫ്. സ്റ്റെപ്പ് 2 മോർണിംഗ് സങ്കല്പ. മോർണിംഗിൽ ഉണർന്നു കഴിഞ്ഞ് 1 മിനിറ്റ് ഒരു സിമ്പിൾ റിസോൾവ് ചെയ്യുക. ഇന്ന് ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും, ബാക്കി ഭഗവാൻ. ഇത് സറണ്ടർ അല്ല, ഇത് ഫ്രീഡമാണ്. സ്റ്റെപ്പ് 3 ഫെയിലിയർ ജേർണലിംഗ്. ഫെയിലിയർ ആകുമ്പോൾ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതുക. വാട്ട് ഹാപ്പൻഡ്, വാട്ട് ഡിഡ് ഐ ലേൺ, വാട്ട് നെക്സ്റ്റ്. ഈ 3 ചോദ്യങ്ങൾ ഒരു ഫെയിലിയറിനെ സ്റ്റോറിയിൽ നിന്ന് ലെസനാക്കി കൺവേർട്ട് ചെയ്യും. നമ്മളിന്ന് ഒരു ലോങ് ജേർണി ചെയ്തു അല്ലേ? അർജുനൻ്റെ ബ്രോക്കൻ മോമെൻറ്റിൽ നിന്ന് തുടങ്ങി ഭഗവത്ഗീതയുടെ ജ്ഞാനം കടന്ന് ഇന്നത്തെ ജീവിതത്തിലേക്ക് റീച്ചായി. ഇനിയൊന്ന് ആസ്ക് ചെയ്യട്ടെ, ഓണസ്റ്റ്ലി, ഇന്ന് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരു റിയൽ ഫെയിലിയറിലിരിക്കുന്നുണ്ടോ? എക്സാം ഫെയിലായോ, ജോബ് പോയോ, റിലേഷൻഷിപ്പ് ബ്രോക്കൻ ആയോ, ഒരു ഡ്രീം ക്രഷായോ? ഞാനൊരു കാര്യം ഉറക്കെ പറയാം, ഈ ഫെയിലിയർ നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നില്ല. ഭഗവത്ഗീത ആ ബാറ്റിൽ ഫീൽഡിൽ ഒരു ബ്രോക്കൻ വാരിയറിനോട് പറഞ്ഞ ഏറ്റവും പവർഫുൾ ലൈൻ ഓർക്ക്. കൃഷ്ണ ഒരു മോമെൻറ്റിൽ അർജുനനോട് ചോദിച്ചു, നീ ആരാണ്? ഈ ബോഡിയാണോ, ഈ ആർമറാണോ, ഈ റിസൾട്ടാണോ? നോ, യു ആർ ദ സോൾ, ഇറ്റേണൽ, അൺചേഞ്ചബിൾ. എ ടെമ്പററി സ്റ്റോം cannot destroy what is eternal. ഒരു ഫെയിലിയർ നിങ്ങളുടെ സോളിനെ ടച്ച് ചെയ്യുന്നില്ല, നിങ്ങളുടെ വേർത്തിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഒരു ചാപ്റ്റർ ക്ലോസ് ആകുന്നു, ബുക്ക് എൻഡ് ആകുന്നില്ല. ആ ബ്രിഡ്ജിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ അർജുൻ